വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. അപ്പോൾ നമുക്കറിയാം KCB മസ്തൂർ എക്സാമിന് ഉള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 30 എക്സാമാണ്. അപ്പോൾ ഇനി നമുക്ക് അറൗണ്ട് ഒരു 75 ഡേയ്സ്, ഒരു 75 ഡേയ്സിനകത്തേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ നമുക്ക് ഒരു ക്ലാരിറ്റി ഉള്ളൊരു പ്രിപ്പറേഷൻ ഉടനെ തന്നെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു വാസ്റ്റ് സിലബസ് ആണ് അല്ലേ. ആ വാസ്റ്റ് സിലബസിൽ എല്ലാ പോർഷൻസും ഇമ്പോർട്ടൻറ്റുമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെതായ ഗൗരവത്തോടു കൂടി തന്നെ ഓരോ പോർഷനും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടതും അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തേണ്ടതുമായിട്ടുണ്ട്. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വയറിംഗ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഓഫ് ഒരു ഐഡിയ കിട്ടും നമുക്ക്. അതായത് എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. സോ നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻസ് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഏത് വയറിംഗ് ആണ് ടെമ്പററി ഇൻസ്റ്റോളേഷൻസിന് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് വയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത് ടെമ്പററി ഇൻസ്റ്റോളേഷൻസിന്? യെസ്, ക്ലീറ്റ് വയറിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അത് ഞാൻ ക്ലാസ് എടുത്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലീറ്റ് വയറിംഗ് ആണ് ടെമ്പററി ഇൻസ്റ്റോളേഷൻസ്. ആ ഒരു വേർഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ടെമ്പററി ഇൻസ്റ്റോളേഷൻസ് എന്ന് കാണുമ്പോഴേ അത് ക്ലീറ്റ് വയറിംഗ് ആണ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇനി ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് സപ്പോർട്ടഡ് ഓൺ പോർസിലെയിൻ ക്ലീറ്റ്സ് ഫിക്സ്ഡ് വോൾസ് ഓർ സീലിങ്സ്. ക്ലീറ്റ് വയറിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ ആ ഫിഗറിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെയ്തിരിക്കുന്നത് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടക്ടേഴ്സിനെ നമ്മൾ എന്ത് യൂസ് ചെയ്താണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇങ്ങനെ പോകുന്ന കണ്ടക്ടേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീറ്റുകൾ ഉപയോഗിച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ആ ഒരു കൺസ്ട്രക്ഷനാണ് നമ്മൾ ക്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വയറിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ആളെന്താണ്, വളരെ ചീപ്പും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. കാരണം കൺസ്ട്രക്ഷൻ ഒന്നും ഒരുപാട് പൈസ ആവശ്യമില്ല അല്ലേ. ജസ്റ്റ് നമുക്ക് ഒരു ടെമ്പററി പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലീറ്റ് വയറിംഗ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ക്യാൻ ബി ഡിസ്മാൻഡിൽഡ് ക്വിക്ക്ലി. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഈസി ആയിട്ട് ഇളക്കി മാറ്റാനും പറ്റും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ടെമ്പററി ഇൻസ്റ്റലേഷൻ സച്ചസ്. എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? എക്സിബിഷൻസ്, ഫെസ്റ്റിവൽസ്, കൺസ്ട്രക്ഷൻ സൈറ്റ്സ്. അതായത് ജസ്റ്റ് ടെമ്പററി നീഡിന് മാത്രം അല്ലേ, പെർമനൻ്റ് ആയിട്ട് വെക്കാനല്ല, അത്യാവശ്യമായിട്ടുള്ള അവസരങ്ങളിൽ മാത്രം നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, ടെമ്പററി ഇൻസ്റ്റലേഷൻ ആയിട്ടുള്ള ക്ലീറ്റ് വയറിംഗ്. ഇത് ഞാൻ അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്, ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം, മാത്രമല്ല ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്തതുമായ ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു എക്സാമിന് അതിൻ്റെ ഒരു ടഫ്നെസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യനാണ് CTS വയറിംഗ് എന്താണെന്നുള്ളത്. സോ CTS എന്ന വേർഡ് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, ക്യാബ് ടയർ ഷീത്ത് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാബ് ടയർ ഷീത്ത് എന്ന് വെച്ചാൽ എന്താണ്? CTS വയർ എന്ന് പറയുന്നത് ഇൻസുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കവർ ചെയ്യുന്നത് ഒരു ടഫ് റബ്ബർ വെച്ചിട്ടാണ്. ഓക്കെ, എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഇൻസുലേറ്റ് ചെയ്യുന്നത് CTS വയറിങ്ങിൽ ചെയ്യുന്നത് എന്താണ്, ഇസ് ഇൻസുലേറ്റഡ് ആൻഡ് കവേർഡ് വിത്ത് എ ടഫ് റബ്ബർ ഷീത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഷോക്ക് മറ്റുള്ള കാര്യങ്ങളും അതുപോലെ ഗുഡ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും അല്ലേ. അതുപോലെ മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? വെള്ളം അധികം ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ബാറ്റൺ വയറിംഗ് ഇൻസ്റ്റലേഷൻ. ഞാൻ ബാറ്റൺ വയറിംഗ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, വുഡൻ ബാറ്റണിൽ നമ്മൾ കൂടുതലും CTS വയറിംഗ്, TRS വയറിംഗ് കൂടുതൽ ചൂസ് ചെയ്യും. സോ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാ, ക്യാബ് ടയർ ഷീത്ത് അല്ലെങ്കിൽ CTS വയറിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ യൂസ് ചെയ്യുന്നത് ബാറ്റൺ വയറിംഗ് ഇൻസ്റ്റോളേഷൻസിലായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ക്യാബ് ടയർ ഷീത്ത് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, ക്യാബ് ടയർ ഷീത്ത് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് ബാറ്റൺ വയറിങ്ങിലായിരിക്കും ഉപയോഗിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് വയറിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏറ്റവും നല്ല മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ നൽകുന്നത്? അപ്പോൾ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ നൽകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്? ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോഴുള്ള എല്ലാ വയറിങ്ങും നമ്മൾ കോൺഡ്യൂറ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ കോൺഡ്യൂറ്റ് വയറിങ്ങേ അധികം യൂസ് ചെയ്യാറുള്ളൂ. ഈ പറഞ്ഞ ക്ലീറ്റോ ബാറ്റണോ കേസിങ്ങോ ഒന്നും ഇപ്പോൾ ചൂസ് ചെയ്യാറില്ല. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇതിലേതാണ്, കോൺഡ്യൂറ്റ് വയറിംഗ് ആണ്. ഓക്കെ, ഇനി കോൺഡ്യൂറ്റ് വയറിങ്ങിൽ എന്തൊക്കെയാണ്? കണ്ടക്ടേഴ്സ് ആർ എൻക്ലോസ്ഡ് ഇൻസൈഡ് മെറ്റൽ ഓർ PVC. ഞാൻ പറഞ്ഞതുപോലെ PVCക്കകത്ത് നമ്മൾ എന്ത് ചെയ്യും, വയറിനെ കടത്തിവിടും. എഗെയിൻ എന്ത് ചെയ്യും, അതിനെ നമ്മൾ ഭിത്തിയിൽ വെച്ചതിന് ശേഷം പ്ലാസ്റ്റർ ചെയ്യും അല്ലേ. അപ്പം നമുക്ക് ഒരു ഗുഡ് അപ്പിയറൻസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റലേഷൻ പർപ്പസ് കുറച്ചും കൂടി നീറ്റാക്കി വെക്കാനായിട്ട് പറ്റും.
ആൻഡ് ദിസ് പ്രൊട്ടക്ട് ദ വയർ ഫ്രം മോയ്സ്ചർ, ഡസ്റ്റ്, കെമിക്കൽസ് ഇങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും അല്ലേ. അതുപോലെ മെക്കാനിക്കൽ ഡാമേജ്, നമുക്ക് വയറിങ് അകത്താണ് ചെയ്തിട്ട് ഈ പ്ലാസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എന്തും കൂടി കൂടുതലുണ്ടായിരിക്കും, മെക്കാനിക്കൽ ഡാമേജും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ആൻഡ് മേക്കിംഗ് ദ സേഫസ്റ്റ് വയറിംഗ് സിസ്റ്റം. ഇതുകൊണ്ടാണ് ഈ വയറിംഗ് സിസ്റ്റമാണ് ഏറ്റവും നല്ല വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു സ്വിച്ച് ബോർഡ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ച ചോദ്യമാണിത്. ചോദ്യം ഇതാണ്: ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഓഫ് എ സ്വിച്ച് ബോർഡ് ഫ്രം ദ ഫ്ലോർ. ഫ്ലോർ എന്ന് പറയുമ്പം നമ്മുടെ ഈ അതായത് നമ്മുടെ ഭിത്തിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും തറയിൽ നിന്നും ഭിത്തിയിലേക്ക് നമ്മളൊരു സ്വിച്ച് ബോർഡ് വെക്കാനായിട്ട് ഏകദേശം എത്ര ദൂരം വേണമെന്നാണ് ചോദ്യം. എത്ര ദൂരം വേണം? 1.5 മീറ്റർ. ആ ഒരു വാല്യൂ കാണാതെ പഠിച്ചു വെക്കുക. 1.5 മീറ്ററാണ് എന്ന് പറയുന്നത് ആ ഒരു അളവ്. നമ്മുടെ ഫ്ലോറിൽ നിന്ന് ആ സ്വിച്ച് ബോർഡ് പ്ലേസ് ചെയ്യാനിരിക്കുന്ന ആ ഒരു അളവാണ് 1.5 മീറ്റർ. സ്വിച്ച് ബോർഡ്സ് ആർ ജനറലി ഇൻസ്റ്റാൾഡ് അറ്റ് എ ഹൈറ്റ് എത്ര? 1.5 മീറ്റർ എബോവ് ദ ഫ്ലോർ ലെവലാണ്. ദ ഹൈറ്റ് പ്രൊവൈഡ്സ് ഈസി അക്സസിബിലിറ്റി ആൻഡ് സേഫ് പ്രൊട്ടക്ഷൻ ഓപ്പറേഷൻ. ഓക്കെ, അതുമാത്രമല്ല ഈ ഹൈറ്റ് നമ്മൾ എല്ലാത്തിനും ഒരു രീതിയുണ്ട്. ആ 1.5 മീറ്ററിൽ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഒരു ഈസി അസസിബിലിറ്റി നമുക്ക് കിട്ടണം, അതുപോലെ സേഫ് ഓപ്പറേഷനും ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് 1.5 മീറ്റർ അകലത്തിൽ നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? സ്വിച്ച് ബോർഡ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ വയറിങ്ങിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വയറിങ്ങിന് നമുക്ക് ഗ്രീൻ കളർ ഒരു പ്രത്യേക കളറാണ്, ബ്ലൂ കളർ, ഇങ്ങനെ കുറേ കളർ സിസ്റ്റംസ് വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നിനും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എർത്ത് വയർ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. എർത്ത് എന്ന് കാണുമ്പോൾ തന്നെ ഗ്രീൻ എന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുക എളുപ്പത്തിന്. ഇപ്പം നമുക്ക് ഭൂമിയിൽ തന്നെയാണ് എന്ത് ഇരിക്കുന്നത്, പുല്ലുകളും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത് അല്ലേ, ഗ്രീൻ കളർ. അതായത് നമ്മൾ സാധാരണ നമ്മൾ ഭൂമിയിൽ അങ്ങനെ പഠിക്കാനുള്ള റീസണസിന് വേണ്ടി പറഞ്ഞാണ് ഗ്രീൻ കളർ. അങ്ങനെ ഓർക്കുക, എന്താണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ എർത്താണ് അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിക്ക് ഓർത്ത് വെക്കുക. ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്താണ്. ഇനി ബാക്കിയുള്ളൊരു കുറച്ച് കളർ കൂടി ഉണ്ട്. ഗ്രീൻ, യെല്ലോ കളർ കണ്ടക്ടേഴ്സ് നമ്മൾ എർത്ത് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് ഗ്രീൻ കളർ മതി, അതാണ് എപ്പോഴും ഓപ്ഷനിൽ കാണാറുള്ളത്. എർത്തിങ് പ്രൊവൈഡ്സ് എന്താണ്? ഒരു ലോ റെസിസ്റ്റൻസ്. നമ്മൾ എർത്തിങ് കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ഹൈ കറണ്ട് കയറി വന്നു കഴിഞ്ഞാൽ ആ കറണ്ടിനെ ഭൂമിയിലേക്ക് പാസ് ചെയ്ത് വിടണം. അല്ലാതെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൂടിയോ അല്ലെങ്കിൽ ഇപ്പം ചൈൻ ബോക്സോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിൽ കൂടി ആ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ചീത്തയായി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിൽ നിന്നും പോവാതെ അത് ഭൂമിയിലേക്ക് തന്നെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എർത്തിങ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കറണ്ടിനൊരു പ്രത്യേകതയുള്ളത്, റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കറണ്ട് പാസ് ചെയ്ത് പോവില്ല. അപ്പം ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് പാത്ത് അവർ നോക്കും. അപ്പം നമ്മൾ ഈ എർത്ത് ചെയ്യുമ്പം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ടതെന്നാണ് ലോ റെസിസ്റ്റൻസ് ആയിരിക്കണം. പാത്തിൽ ഒട്ടും തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. സോ ഫോർ ഫോൾ കറണ്ട് ആൻഡ് പ്രൊട്ടക്ടേഴ്സ് യൂസ് ഫ്രം ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് കുറഞ്ഞ വഴി കൂടി കറണ്ടിനെ കടത്തിവിടും. മനസ്സിലായോ? ഇതാണ് എർത്തിങ് ചെയ്യുന്നത്. ഏതൊരു എർത്തിങ് ആണെങ്കിലും ഇത് തന്നെയാണ് മെയിൻ ഐഡിയ. ഹൈ കറണ്ടിന് നമ്മൾ എന്ത് ചെയ്യും? എർത്തിങ് ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അത് എർത്തിങ് ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത്ര ഓർക്കുക, ഹെവി കറണ്ടിനെ നമുക്ക് എർത്ത് വഴിയാണ് കടത്തിവിടാൻ നമ്മൾ എർത്തിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. അതിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഏത് ഫ്യൂസാണ് നമ്മൾ ഡൊമസ്റ്റിക് വയറിങ്ങിന് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഡൊമസ്റ്റിക് വയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ വയറിംഗ് സിസ്റ്റം. അതിന് നമ്മൾ HRC ഫ്യൂസ്. നിങ്ങൾക്ക് ഈ നെയിമൊന്നും അത്ര ഫെമിലിയർ ആയിരിക്കില്ല, നമ്മുടെ ക്ലാസ്സിൽ നമ്മളിതെല്ലാം പറയുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഒരു ഓവറോൾ ഐഡിയയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പം എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് വയറിംഗ് ആണ് ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റീവയറബിൾ ഫ്യൂസ് ആയിരിക്കും. എന്താണ് റീവയറബിൾ ഫ്യൂസ് എന്ന് പറയുന്നത്? റീവയർ എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ അല്ലേ, നമുക്കതിനെ റീവയർ ചെയ്തെടുക്കാൻ പറ്റും, വീണ്ടും വയർ ചെയ്ത് എടുക്കാൻ പറ്റും. അവർ ഇൻഎക്സ്പെൻസീവാണ്, വളരെ പൈസ കുറവാണ്. അതുപോലെ എന്താണ്, എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്ത് മാറ്റാൻ പറ്റും അല്ലേ. നമുക്ക് ഈ പറഞ്ഞ വയറിങ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്ത് മാറ്റിക്കൊണ്ടേയിരിക്കും. ആ ഫ്യൂസിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് പറ്റും. ദേ കൺസിസ്റ്റ് ഓഫ് ഫ്യൂസ് വയർ ദാറ്റ് മെൽസ് വെൻ എക്സസ് കറണ്ട് ഫ്ലോസ് ത്രൂ. അത് നമ്മൾ വീടുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഹെവി കറണ്ട് കയറി വന്നാൽ ഫ്യൂസ് എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്താണ് ആ ഡിവൈസിനെല്ലാം എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ആ സർക്യൂട്ടിനെ എന്ത് ചെയ്യും? നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഫ്യൂസ് യൂസ് ചെയ്യും. നോർമൽ ഫ്യൂസ് തന്നെ, വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ്. ഓക്കെ, അടുത്ത ചോദ്യം, നമ്മൾ എന്തിനാണ് എർത്തിങ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ്? ഇൻക്രീസ് വോൾട്ടേജ് ആണോ, റെഡ്യൂസ് പവർ ഫാക്ടർ ആണോ, പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഷോക്ക് ആണോ? ആ ചോദ്യത്തിന് തന്നെ ഉത്തരവുണ്ട് അല്ലേ. ഇലക്ട്രിക് ഷോക്ക്
നിന്ന് നമുക്ക് രക്ഷപ്പെടാനാണ് അല്ലേ. എർത്തിങ് കണക്ട് എക്സ്പോസ് മെറ്റൽ പാർട്സ് ടു എർത്ത്. എർത്തിങ് എന്ന് പറയുമ്പോൾ എന്താണ്, മെറ്റൽ പാർട്സിനെ ഭൂമിയിലോട്ട് കണക്ട് ചെയ്തിരിക്കും. ഡ്യൂറിങ് ഇൻസുലേഷൻ ഫെയിലിയർ, എന്തെങ്കിലും ഇൻസുലേഷന് ബുദ്ധിമുട്ടുണ്ടായാൽ ഫോൾട്ട് കറണ്ട് എന്ത് ചെയ്യും, ഭൂമി കൂടി പാസ് ചെയ്ത് പോവും അല്ലേ. അപ്പോൾ നമുക്ക് അതുവഴി എക്യുപ്മെൻറ്റിനെയും നമ്മളെയും ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സംരക്ഷിക്കാനായിട്ട് പറ്റും. എളുപ്പമല്ലേ ഇത്. എർത്തിങ് വളരെ ഈസി ഉള്ള ടോപ്പിക്കാണ്, നമുക്ക് പഠിക്കുമ്പോൾ നന്നായിട്ട് നോക്കാം. ആൻഡ് വിച്ച് ടൈപ്പ് ഓഫ് കോൺഡ്യൂട്ട് ഈസ് പ്രിഫേർഡ് ഇൻ കൊറോസീവ് ഏരിയാസ്. നോക്കുക, കൊറോസീവ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോഷൻ ഏരിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തുരുമ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഭാഗം. അവിടെ ഏത് വയർ, GI കോൺഡ്യൂട്ട്, സ്റ്റീൽ കോൺഡ്യൂട്ട്, അലൂമിനിയം, ഇതിലൊക്കെ കൊറോഷൻ നടക്കുന്ന ആൾക്കാരാണ് അല്ലേ. അവിടെ ഒന്നും വരാത്ത ആളാണ് PVC. നമുക്ക് PVC ഉപയോഗിച്ചാൽ പോരെ കൊറോസീവ് എൻവയോൺമെൻറ്റിൽ. ഓക്കെ, PVC കോൺഡ്യൂട്ട്സ് ആർ റെസിസ്റ്റൻസ് ടു കൊറോഷൻ, മോയ്സ്ചർ ആൻഡ് കെമിക്കൽ. നമുക്കറിയാം പോളിവിനൈൽ ക്ലോറൈഡിനെയാണ് PVC എന്ന് പറയുന്നത്. PVC പൈപ്പിൻ്റെ പ്രത്യേകത എന്താണ്, ഈ പറഞ്ഞ ഒരു ഇഷ്യൂസും അതിന് വരില്ല. കൊറോഷൻ ഇല്ല, മോയ്സ്ചർ ഇഷ്യൂസ് ഇല്ല, എന്തെങ്കിലും കെമിക്കൽസ് വന്നാലും അതും എഫക്റ്റ് ചെയ്യില്ല. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ കൊറോസീവ് എൻവയോൺമെൻറ്റ് ആൻഡ് ഡാം ലൊക്കേഷൻ. ഏറ്റവും കൂടുതലും യൂസ് ചെയ്യുന്നതും ചതുപ്പ് നിലങ്ങളിലൊക്കെയാണ്. അപ്പം വെള്ളത്തിൻ്റെ അംശം ഒന്നും പറ്റിയാലും എന്ത് ചെയ്യത്തില്ല, വലിയ ഇഫക്റ്റ് ഒന്നും ഇവരെ കാണിക്കത്തില്ല. മനസ്സിലായോ? ഇനി മറ്റൊരു ചോദ്യം, എന്താണ് സീലിംഗ് റോസ്? ഇതൊക്കെ പരീക്ഷയ്ക്ക് ഡിഫറൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സീലിംഗ് റോസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലാമ്പ് കണക്ട് ചെയ്യുന്ന അറ്റത്തിരിക്കുന്നതാണ്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഏകദേശം ഇങ്ങനെ വട്ടത്തിന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഏരിയ ആണ് ലാമ്പ് കണക്ഷൻ. നമ്മൾ ലാമ്പ് ഇടുന്നതിന് മുന്നേ നമ്മളൊരു സീലിംഗ് റോസിൽ കൂടിയാണ് കണക്ട് ചെയ്ത് വിടുന്നത്. ഇസ് യൂസ് ടു കണക്ട് ലാമ്പ് ഹോൾഡർ. നമ്മൾ ലാമ്പ് ഹോൾഡറിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് സീലിംഗ് റോസ് എന്ന് പറയുന്നത്. ടു ദ ഫിക്സഡ് വയറിംഗ് സിസ്റ്റം ഇറ്റ് പ്രൊവൈഡ്സ് എ കൺവീനിയൻറ്റ് ആൻഡ് സേഫ് പോയിന്റ് ഫോർ ലൈറ്റിംഗ് കണക്ഷൻ. ലൈറ്റിംഗ് കണക്ഷന് ഒരു കൺവീനിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നതാണ് സീലിംഗ് റോസ്. ചോദിച്ചിട്ടുണ്ട് സീലിംഗ് റോസിൻ്റെ ഉപയോഗം എന്താണ് ഉപയോഗം? ഒന്നുമില്ല. ഇറ്റ്സ് യൂസ് ടു കണക്ട് ലാമ്പ് ഹോൾഡർ ടു ദ ഫിക്സഡ് വയറിംഗ് സിസ്റ്റം. ആ ലാമ്പിനെ ഒന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സീലിംഗ് റോസ്. ഓക്കെ, ഇനി ഒരു ഹൗസ് വയറിങ്ങിന് ന്യൂട്രൽ വയർ ഈസ് ജനറലി ഐഡൻറ്റിഫൈഡ് ബൈ. മറ്റൊരു ചോദ്യമാണ്, ന്യൂട്രൽ വയറിൻ്റെ കളർ ഏതാണ്? നമുക്ക് ന്യൂട്രൽ വയർ കണ്ടാൽ തിരിച്ചറിയണം. അപ്പം നമ്മൾ എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചു, ഏതാണ് എർത്തിൻ്റെ നിറം? ഗ്രീനാണ്. അതുപോലെ ന്യൂട്രൽ വയറിൻ്റെ കളറും പഠിച്ചു വെക്കുക. ബ്ലൂ കളറാണ് ന്യൂട്രൽ വയർ. മോഡേൺ വയറിംഗ് കളർ കോഡ് അനുസരിച്ച് ബ്ലൂ ആണ് നമ്മൾ ന്യൂട്രൽ കണ്ടക്ടേഴ്സിന് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ ഫേസ് ആണെങ്കിൽ ന്യൂട്രൽ പറഞ്ഞപ്പോൾ ഫേസും പഠിക്കണം. ഫേസിൻ്റെ കളറും കൂടെ പഠിച്ചു വെച്ചോ. ബ്രൗൺ കളറാണ് ഫേസിന്, ഗ്രീനും യെല്ലോയും എർത്തും. അപ്പം ന്യൂട്രലിൻ്റെ കളർ ബ്ലൂ, ഫേസിൻ്റെ കളറ് ബ്രൗണ് ആൻഡ് എർത്തിൻ്റെ കളറ് ഗ്രീൻ. ഈ 3 കളറും പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് വയറിംഗ് ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ മോഡൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഇപ്പോഴത്തെ പുതിയ ബിൽഡിങ്സിലൊക്കെ, റെസിഡൻഷ്യൽ ബിൽഡിങ്സിലൊക്കെ ഏത് വയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഏതാണ്? ക്ലീറ്റ് ആണോ? അല്ല, ഞാൻ പറഞ്ഞു ടെമ്പററി യൂസേജിനെ പറ്റൂന്ന് പറഞ്ഞു. കേസിംഗ് ആൻഡ് ക്യാപ്പിങ് പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന വയറിംഗ് സിസ്റ്റമാണ്, ഇപ്പോൾ അധികം പ്രിഫർ ചെയ്യുന്നില്ല. പിന്നെ ലെഡ് ഷീത്ത് അല്ല, കോൺഡ്യൂറ്റാണ് ഉത്തരം. കോൺഡ്യൂട്ട് വയർ എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് എക്സലൻറ്റ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് മോയ്സ്ചർ, ഡസ്റ്റ്, ഫയർ, അതുപോലെ എന്തെങ്കിലും മെക്കാനിക്കൽ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതും അതിനെ എന്ത് ചെയ്യുന്നില്ല, മറ്റ് വലിയ രീതിക്ക് ഇഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതുമാത്രമല്ല വളരെ ഡ്യൂറബിൾ ആണ്, സേഫ് ആൻഡ് റെക്യൂർ ലെസ് മെയിൻ്റനൻസ്. അധികം മെയിൻ്റനൻസ് ഇഷ്യൂ ഒന്നും വരില്ല. മേക്കിംഗ് ഇറ്റ് ഈസ് പ്രിഫേർഡ് ചോയ്സ് ഫോർ മോഡേൺ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റലേഷൻസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണ് ഈ പറയുന്ന കോൺഡ്യൂട്ട് വയറിംഗ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, ദ മിനിമം നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ് റെക്കമെൻഡഡ് ഫോർ എ സബ്സ്റ്റേഷൻ. ഒരു സബ്സ്റ്റേഷൻ്റെ അകത്ത് എത്ര എർത്ത് ഇലക്ട്രോഡ്സിനെ നമുക്ക് വെക്കാം? ഓക്കെ, എത്ര എണ്ണത്തിന് വെക്കാം? 2 എണ്ണത്തിനെ വെക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് 2 എർത്ത് ഇലക്ട്രോഡ്സ് ആർ ജനറലി പ്രൊവൈഡഡ് ഇൻ സബ്സ്റ്റേഷൻ ടു എൻഷുർ റിലയബിൾ ഗ്രൗണ്ടിങ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് എർത്തിങ് സിസ്റ്റം ഈവൻ ഇഫ് 1 ഇലക്ട്രോഡ് ബിക്കംസ് ഇൻഎഫക്റ്റീവ്. ഏതെങ്കിലും ഒരു ഇലക്ട്രോഡ് ചീത്തയായാൽ 2 എണ്ണം വെച്ചാൽ അടുത്ത ഇലക്ട്രോഡിനെ യൂസ് ചെയ്യാമല്ലോ. സോ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് സബ്സ്റ്റേഷനിൽ മിനിമം 2 എണ്ണത്തിനെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ചോദ്യം, വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ എർത്ത് ഇലക്ട്രോഡ്. അപ്പം നമുക്കിപ്പം എർത്ത് ഇലക്ട്രോഡ് നമ്മൾ ഈ എർത്തിങ് പഠിക്കുമ്പോൾ പഠിക്കുന്നൊരു പോർഷനാണ് കേട്ടോ. നമ്മൾ ഈ ഭൂമിക്കടിയിൽ വെറുതെ ഇങ്ങനെ കണക്ട് ചെയ്ത് വിട്ടുമ്പോൾ ഭൂമിക്കടിയിൽ വരുന്നതല്ല. ഈ ഭൂമിക്കടിയിൽ നമ്മൾ ഇലക്ട്രോഡുകളെ കുഴിച്ചിടും. ഈ ഇലക്ട്രോഡുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇലക്ട്രോഡാണ് നമ്മൾ ഭൂമിക്കടിയിൽ കുഴിച്ചിടുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? കോപ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ GI പൈപ്പ് ഉപയോഗിക്കാം. നമ്മൾ കുഴിച്ചിടുന്നത് ഒന്നിൽ കോപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പുകളെ കുഴിച്ചിടും. ഇനി കോപ്പർ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഓഫർ എന്താണ്? ലോ റെസിസ്റ്റൻസ് ആൻഡ്
ഗുഡ് കൊറോഷൻ റെസിസ്റ്റൻസ്. നമുക്ക് കൊറോഷൻ റെസിസ്റ്റൻറ്റും ആണ്, അതുപോലെ എന്താണ് റെസിസ്റ്റൻസ് വൈസും കുറവാണ്. മേക്കിംഗ് ദം സ്യൂട്ടബിൾ ഫോർ എന്താ എർത്തിങ് പർപ്പസ്. എർത്തിങ് പർപ്പസിന് നമുക്ക് വളരെയേറെ നല്ലതാണ്. മനസ്സിലായോ? ഈ ഒരു ക്വസ്റ്റ്യനും കൂടി ഓർത്ത് വെച്ചേക്കുക. മറ്റൊരു ചോദ്യം, എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്? അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, നമ്മൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് എന്താണ് അതിൻ്റെ ഒരു പർപ്പസ്? ഇത്രയേ ഉള്ളൂ, ഇലക്ട്രിക് പവറിനെ നമുക്ക് സർക്യൂട്ടുകളിലോട്ട് എത്തിക്കുക അല്ലേ. അതായത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് പറയുന്നത് പവറിനെ എടുക്കുന്ന ആൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡായിരിക്കും. എന്നിട്ട് അതായത് ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണെങ്കിൽ പുറത്തുനിന്ന് വരുന്ന പവറില്ലേ, അതായത് നമ്മൾ 11 kV ആ ലൈനിൽ കൂടി വരുന്ന പവർ, അത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലാണ് ആദ്യം കയറുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അതിന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് റിസീവ്സ് പവർ, മെയിൻ സപ്ലൈ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് റിസീവറിന്, നമ്മുടെ ആ ഒരു 11 kV നമ്മൾ പറഞ്ഞ മെയിൻ സപ്ലൈയിലോട്ട് കയറും. എന്നിട്ട് അവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലാണ് എത്തുന്ന DBയിലോട്ട്. ഈ DBയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, പല സബ് സർക്യൂട്ടിലോട്ടും എന്ത് ചെയ്യുന്നതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വിടുന്നത്. ആൻഡ് ത്രൂ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് സച്ചസ് MCBs, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കും, അല്ലെങ്കിൽ RCCB, റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ, അത് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കടത്തിവിടും. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ പർപ്പസ് മാത്രമേ ആയിട്ടുള്ളൂ. എന്താണ്, ഇലക്ട്രിക് പവറിനെ സർക്യൂട്ടുകളിലോട്ട് കണക്ട് ചെയ്ത് വിടുന്ന ആളാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. അടുത്ത ചോദ്യം, ഏത് പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ് നമ്മൾ ട്രിപ്സ് ഡ്യൂറിങ് എർത്ത് ലീക്കേജ്? എർത്ത് ലീക്കേജ് സംഭവിക്കുമ്പോൾ നമ്മൾ ഏത് ഡിവൈസാണ് ട്രിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? അപ്പം എർത്ത് ലീക്കേജ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ELCB എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ ഫ്യൂസ് അല്ല, MCB അല്ല, സ്വിച്ചും അല്ല. നമുക്ക് RCC ആണെന്ന് കാണുമ്പോൾ മനസ്സിലാവണം. ഓക്കെ, RCCB വെച്ചാൽ റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഡിറ്റക്ട് ദ ലീക്കേജ് കറണ്ട് ഫ്ലോയിങ് ടു എർത്ത് ആൻഡ് ഡിസ്കണക്ട് ദി സർക്യൂട്ട് ക്വിക്ലി പ്രിവെൻറ്റിംഗ് ദി ഇലക്ട്രിക് ഷോക്ക്. നമുക്ക് ഷോക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി എന്താണ് ഈ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, MCBയുടെ ഫുൾ ഫോം? അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ് MCB. MCB ഓട്ടോമാറ്റിക്കലി ഡിസ്ക്രൈബ്സ് എല്ലാ വീട്ടിലും ഉണ്ടല്ലേ ഇപ്പോൾ MCB, അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അപ്പോൾ MCB എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ പ്രത്യേകത ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, സപ്ലൈനെ ഓവർലോഡ് വരുമ്പോൾ ഡിസ്കണക്ട് ചെയ്തിടും അല്ലേ. അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും വന്നാൽ ഡിസ്കണക്ട് ചെയ്തിരിക്കും. എന്നിട്ട് ആൻഡ് ക്യാൻ ബി റീസെറ്റ് ആഫ്റ്റർ ദ ഫോൾട്ട് ഈസ് ക്ലിയർ. ഫോൾട്ട് ക്ലിയർ ആയാൽ അത് താനെ എന്ത് ചെയ്തോളും, റീസെറ്റ് ചെയ്ത് വന്നോളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം, വിച്ച് വയറിംഗ് ആക്സസറി ഈസ് യൂസ്ഡ് ടു ജോയിൻ കണ്ടക്ടേഴ്സ്? കണ്ടക്ടേഴ്സിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വയറിംഗ് ആക്സസറിയാണ് യൂസ് ചെയ്യുന്നത്? ഏതാ യൂസ് ചെയ്യുന്നത്? ജംഗ്ഷൻ ബോക്സ് എന്ന് പറയും. ജംഗ്ഷൻ ബോക്സ് ആണ് യൂസ് ചെയ്യുക. സോ ജംഗ്ഷൻ ബോക്സ് ഹൗസസ് ആൻഡ് പ്രൊട്ടക്ട് വയർ ജോയിൻ ആൻഡ് ബ്രാഞ്ചിങ് ദി കണക്ഷൻസ്. അപ്പം ജംഗ്ഷൻ ബോക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഹൗസസ് ആൻഡ് പ്രൊട്ടക്ട് വയർ ജോയിൻ ആൻഡ് ബ്രാഞ്ചിങ് കണക്ഷനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാളാണ് ജംഗ്ഷൻ ബോക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ബോക്സ് പോലെ തന്നെ എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ജംഗ്ഷൻ ബോക്സ്. അതുപോലെ ബ്രാഞ്ചിങ് കണക്ഷനെ വയർ ജോയിൻ മീൻസ് ഒരു ഹൗസിംഗ് പോലെ എല്ലാത്തിനെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ ആക്സിഡൻറ്റിൽ അവർ തമ്മിലുള്ള കോൺടാക്റ്റ് ഉണ്ടാവില്ല, മെക്കാനിക്കൽ ഡാമേജ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ 3-pin പ്ലഗ്. 3-pin പ്ലഗിൽ ഒരു പ്ലഗിൽ മാത്രം എന്താണ് റേഡിയസ് കൂടുതലായിട്ടിരിക്കും അല്ലേ, വട്ടം കൂടുതലായിട്ടിരിക്കും, ബാക്കി 2 എണ്ണം ചെറിയതായിരിക്കും. എന്തിനാണ് നമ്മൾ ആ ഒരു പിന്നിൽ ലോങ്ങർ ഏതിനായിരിക്കും നമ്മൾ 3-pin പ്ലഗിൽ എർത്ത് പിങ് എന്തുകൊണ്ടാണ് നമ്മൾ ലോങ്ങറായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എർത്തിങ് കണക്ഷൻ ഈസ് എസ്റ്റാബ്ലിഷ്. നമുക്ക് ആദ്യം എർത്തിങ് കണക്ഷൻ കിട്ടണം. വലുതാക്കി വെച്ചിരിക്കുന്നതിന് കാരണം ആദ്യം നമ്മൾ പ്ലഗ് എന്തെങ്കിലും കുത്തുമ്പോൾ തന്നെ അത് ആദ്യം എന്ത് ചെയ്തിരിക്കണം, ലോങ്ങറായിട്ട് എർത്തിങ് കണക്ഷനിലോട്ട് അതിൻ്റെ ഒരു അറ്റം എത്തിയിരിക്കണം. മനസ്സിലായോ? എർത്തിങ് കണക്ഷൻ ഈസ് എസ്റ്റാബ്ലിഷ്. ആദ്യം കുത്തുമ്പോൾ എർത്തിങ് കണക്ഷൻ തന്നെ ആയിരിക്കണം ആദ്യം എവിടെ എത്തിക്കുന്നത്, നമുക്ക് ആ കണക്ഷൻ കിട്ടേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ എന്തെങ്കിലും എക്സസ് കറണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്ലോ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. സോ എർത്ത് പിൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ലോങ്ങറായിട്ട് കണക്ട് ചെയ്യുള്ളൂ ദാൻ ഫേസ് ആൻഡ് ന്യൂട്രൽ പിൻസ്. ഫേസും ന്യൂട്രലും വെച്ച് നോക്കിയാൽ ഏറ്റവും വലുതായിട്ട് നമ്മൾ വെക്കുന്നത് എർത്ത് പിന്നായിരിക്കും. പെട്ടെന്ന് അപ്പോൾ എക്യുപ്മെൻറ്റ് എന്ത് ചെയ്യും, എർത്ത് ചെയ്യും. പെട്ടെന്ന് നമുക്ക് എർത്തിലോട്ട് കണക്ഷൻ കിട്ടും ബിഫോർ സപ്ലൈ കണക്ട് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ അത് കുറച്ചുകൂടെ സേഫ്റ്റി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തത് വിച്ച് ടെസ്റ്റ് ഇസ് കണ്ടക്റ്റഡ് ടു വെരിഫൈ ഇൻസുലേഷൻ ക്വാളിറ്റി ഓഫ് വയറിംഗ്? അതായത് ഇതിൽ ഏത് ടെസ്റ്റാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് വയറിംഗ്, എത്ര നല്ല വയറിംഗ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ടെസ്റ്റാണ്? അത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് വയറിങ്ങിൻ്റെ ഇൻസുലേഷനൊക്കെ കറക്റ്റാണോ, എന്താണ് ഇൻസുലേഷൻ എന്ന് വെച്ചാൽ കറണ്ട് പുറത്തേക്ക് പോകരുത്. അങ്ങനെ പുറത്തേക്ക് പോയാൽ നമുക്കും കൂടി ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇൻസുലേഷൻ എന്ത് ചെയ്യണം, നന്നായിരിക്കണം അല്ലേ. അപ്പം ആ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആളാണ്
നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ക്വാളിറ്റി ഓഫ് വയറിങ്ങിൽ ഏത് ടെസ്റ്റാണ് നമ്മൾ ക്വാളിറ്റി ഓഫ് വയറിങ് നോക്കുന്നത്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് മെഗർ എന്ന് പറയുന്നത്. ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്റ് ഹെൽത്തി ഇൻസുലേഷൻ ആൻഡ് സേഫ് വയറിങ്. എപ്പോഴും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഹൈ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ സേഫ് വയറിങ് ആണെന്ന് പറയാൻ പറ്റും. അടുത്തത്, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്? ഏതാണ് യൂസ് ചെയ്യുന്നത്? മെഗർ. അടുത്ത ചോദ്യമാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഗർ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് പലതവണ. എ മെഗർ അപ്ലൈസ് എ ഹൈ DC വോൾട്ടേജ് ആൻഡ് മെഷർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഡ്യൂറിങ് ഇൻസ്റ്റലേഷൻ ടെസ്റ്റിംഗ്. ഇൻസ്റ്റലേഷൻ ടെസ്റ്റിങ്ങിന് നമ്മൾ എന്താണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യും. അടുത്ത ചോദ്യം, വാട്ട് ഇസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ ഫ്യൂസ്? ഫ്യൂസിൻ്റെ പർപ്പസ് എന്താ? എല്ലാവർക്കും അറിയാം അല്ലേ? പ്രൊട്ടക്ട് ദ സർക്യൂട്ട് ഫ്രം ഓവർ കറണ്ട്. ഇതിന് ഓപ്ഷൻ എടുക്കാൻ എളുപ്പമല്ലേ? എ ഫ്യൂസ് കണ്ടൈൻസ് എന്താണ്? ഒരു ലോ മെൽറ്റിംഗ് പോയിന്റ് ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്യൂസിൻ്റെ ആ ഒരു എലമെൻറ്റ് മെൽറ്റഡ് ആവും. മെൽറ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ സർക്യൂട്ടിൽ നിന്ന് കണക്ഷൻ വിടും അല്ലേ? ഡിസ്കണക്ട് ചെയ്യും. സോ ഇങ്ങനെയാണ് ഫ്യൂസ് വർക്ക് ചെയ്യുന്നത്. ഫ്യൂസിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം ഫ്യൂസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഫ്യൂസ് മാറ്റിയിട്ടൊക്കെ ഉണ്ടായിരിക്കും എല്ലാ വീടുകളിലും പണ്ട്. ഇപ്പോൾ ഫ്യൂസുകൾ അധികം ഇല്ല. MCB വന്നതിന് ശേഷം ആരും ഫ്യൂസ് ഉപയോഗിക്കാറില്ല. പക്ഷേ മുന്നേക്കെ ഉള്ളവർ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന്. അപ്പോൾ സിമ്പിളാണ്, ഒന്നുമില്ല. ഒരു മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ പെട്ടെന്ന് ഉരുകിപ്പോകുന്ന ഒരു എലമെൻ്റ് അതിലുണ്ടായിരിക്കും. അപ്പം കറണ്ട് എക്സസ് കയറി വന്നാൽ അതെന്ത് ചെയ്യും? മെൽറ്റ് ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. വിച്ച് ഫോൾട്ട് കോസ് എ വെരി ലാർജ് കറണ്ട് ഇൻ എ സർക്യൂട്ട്. അപ്പം ഒരു വലിയ വാല്യൂ ഏത് ഫോൾട്ടാണ്? ഒരു വലിയ ലാർജ് കറണ്ട് ഇൻ സർക്യൂട്ട്. അതായത് ഏത് ഫോൾട്ടാണ് വലിയ കറണ്ട് ഉണ്ടാക്കുന്നത്? ഏത് ഫോൾട്ടാണ് എ വെരി ലാർജ് കറണ്ട് ഇൻ സർക്യൂട്ട് ഉണ്ടാക്കുന്നത്? ഷോർട്ട് സർക്യൂട്ടാണ്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എക്സസ് കറണ്ട് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂ ആണ് അല്ലേ ഷോർട്ട് സർക്യൂട്ടായി പോകുക എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു വളരെ റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു പാത ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ലോ റെസിസ്റ്റൻസ് പാത്താണെങ്കിൽ ഫുൾ കറണ്ട് എന്ത് ചെയ്തിരിക്കും? ആ ലോ റെസിസ്റ്റൻസ് പാത്തിൽ കൂടി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ? സോ ഇറ്റ്സ് റിസൾട്ടിങ് എന്താണ്? എക്സസീവ് കറണ്ട് ഫ്ലോ ദാറ്റ് ക്യാൻ ഡാമേജ് ദ എക്യുപ്മെൻറ്റ് ആൻഡ് കോസ് ദി വയേഴ്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ എക്സസീവ് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്യുപ്മെൻറ്റിനെ തന്നെ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. ആൻഡ് കോസസ് ഫയർ ഹാസാർഡും ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണേ. ഒരു ഇന്ത്യയിലെ AC സപ്ലൈ സ്റ്റാൻഡേർഡ് റേഞ്ച് എത്ര? 50 ഹെർട്സ് ആണ്. സോ ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ അറിയാത്തവരും കാണും. ഓർത്ത് വെച്ചേക്കുക, 50 ഹെർട്സ് ആണ് ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി ഓഫ് AC എന്ന് പറഞ്ഞാൽ കേട്ടോ. അടുത്ത ചോദ്യം, ഇലക്ട്രിക് പവർ സിസ്റ്റം ഇൻ ഇന്ത്യ ഓപ്പറേറ്റഡ് എ സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി ഓഫ് 50 ഹെർട്സ് മീനിങ് AC വേവ് ഫോം കംപ്ലീറ്റ്സ് 50 സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 50 സൈക്കിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? പാസ് ചെയ്തു എന്നാണ് അർത്ഥം. അതാണ് 50 ഹെർട്സ് എന്ന് പറഞ്ഞാൽ. 50 ഹെർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്സ് 50 സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 50 സൈക്കിൾസ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഫേസ് വയറിൻ്റെ കളർ ഏതാ? ബ്രൗൺ ആണ്. അത് നമുക്ക് ഇപ്പം നന്നായിട്ട് അറിയാവുന്നതാണ് ആ ക്വസ്റ്റ്യൻ. അടുത്തത്, കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഇസ് പെർഫോം ടു ചെക്ക് കംപ്ലീറ്റ് ഇലക്ട്രിക് പാത ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റാണ്. നെക്സ്റ്റ് ഇസ് കണ്ടിന്യൂറ്റി ടെസ്റ്റിംഗ് കൺഫേം ദ കണ്ടക്ടേഴ്സ് ആർ ഇലക്ട്രിക്കലി കണക്റ്റഡ് ഫ്രം വൺ എൻഡ് ടു അതർ വിത്തൗട്ട് എനി ബ്രേക്ക്. ഒരു ബ്രേക്കും ഇല്ലാതെ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലോട്ട് പോയി എന്ന് കാണിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ഇത് നമ്മൾ എക്സാമിന് പലതവണ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിച്ച് ടൈപ്പ് ഓഫ് സ്വിച്ച് ഇസ് യൂസ് ടു കൺട്രോൾ വൺ ലാമ്പ് ഫ്രം 2 ഡിഫറെൻറ്റ് ലൊക്കേഷൻ. അതായത് 2 ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഒരു ലാമ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഏത് സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ്? ഏത് സ്വിച്ചാണ്? 2-വേ സ്വിച്ചാണ്. 2-വേ സ്വിച്ചാണ്. ആൻഡ് 2-വേ സ്വിച്ചസ് കോമൺലി നമ്മൾ സ്റ്റെയർ കേസിലും കോറിഡോഴ്സിലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെയർ കേസിൽ ഉപയോഗിക്കുന്ന സ്വിച്ച് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? 2-വേ സ്വിച്ചാണ്. സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ നമ്മൾ ഇവിടെ ഏർണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ചെയ്യുന്നത് ഒരു 85 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് ടോപ്പിക്സ് നന്നായിട്ട് ക്ലിയർ ആവാത്ത ആൾക്കാരുണ്ടാവും. ഇനി ടോപ്പിക്ക് ക്ലിയറായി ഒരുവിധം പഠിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരു പ്രോപ്പർ ഗൈഡൻസ് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏർണസ്റ്റ് അക്കാഡമിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഇഷ്യൂസ് വന്നാൽ ക്ലിയർ ചെയ്യാനൊരു ടീമുണ്ട്.
സോ ഇത്രയും ഫെസിലിറ്റീസ് ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനായിട്ട്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ആൻഡ് പ്ലസ് ഈ നമ്പർ ഈ പാസ് ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓഫ് ദി ക്ലാസ്സസ് അറിയാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഫക്റ്റീവായെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.